പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന ഭാവനയെ തന്നെ തകർക്കുന്നതാണ് എന്ന് എല്ലാവർക്കും ഒരുപോലെ ബോധ്യമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഒരുമിച്ചൊരു സമരത്തിനില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രതിപക്ഷം. എന്തുകൊണ്ടാണ് ഇത്രമേൽ ഗൗരവതരമായ ഒരു വിഷയത്തിലും ഒരുമിച്ചൊരു സമരം കേരളത്തിലെ മുന്നണികൾക്ക് സാധ്യമാകാത്തത്? പ്രധാനപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നതിനൊപ്പം തന്നെ സ്വാർത്ഥമായ മോഹങ്ങൾ ഇരു മുന്നണികളെയും നയിക്കുന്നുണ്ടോ പൗരത്വ നിയമ ഭേദഗതിയിൽ? നിലവിലെ ഇന്ത്യൻ പൗരന്മാരാരെയും ബാധിക്കാൻ പോകുന്ന ഒന്നല്ല CAA. വ്യാജ പ്രചരണം നടത്തുന്നു പ്രതിപക്ഷ കക്ഷികളെന്നാണ് BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം. അത് വസ്തുതയുമായി ബന്ധമുള്ളതാണോ? കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറ്റെടുത്ത് സമരം ചെയ്യുന്നവരോട് സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിന് ഇത്ര വൈരാഗ്യബുദ്ധി എന്തിനാണ്? പല ചോദ്യങ്ങൾ ഉയർത്തുന്നു പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട വികാസങ്ങൾ ഈ രാത്രിയിൽ. നമ്മോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ VT ബൽറാം കോൺഗ്രസിൽ നിന്ന്, V ശിവദാസൻ MP CPIM-ൽ നിന്ന്, ശ്രീ KM ഷെഫ്രിൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രതിനിധി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു BJP നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ VT ബൽറാം, ഇത് വളരെ കനപ്പെട്ട ഒരു വിഷയമാണല്ലോ. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാന ഭാവനയെ, അതിൻ്റെ സത്തയെ ചോർത്തുന്ന, പൗരത്വം എന്ന ആശയത്തെ തന്നെ അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന വിശാലമായ ഒരു തലത്തെ തകർക്കുന്ന ഒന്നാണ്. അതിനകത്ത് പോലും ഒരു സംയോജിത സമരം സാധ്യമല്ല എന്ന നില ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാമോ ആദ്യം? ഈ വിഷയത്തിൽ കേരളത്തിൽ സംയോജിതമായിട്ടുള്ള സമരങ്ങളാണ് ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വേളയിൽ 2019 കാലത്ത് വളരെ ശക്തമായിട്ടുള്ള സമരം കേരളത്തിലുടനീളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഞാനന്ന് ജനപ്രതിനിധിയായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ നേതൃത്വത്തിലാണ് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന സമരപരിപാടി എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അന്ന് നടത്തിയത്. അന്ന് അവിടുത്തെ പ്രാദേശിക CPM ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും ആ സമരവേദിയിലേക്ക് കടന്നു വന്നിരുന്നു എന്ന് ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് ഓർക്കുകയാണ്. അന്ന് നിയമസഭയിൽ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു നിർദ്ദേശമായിരുന്നു സർക്കാരിനോട്, ഇതുമായി ബന്ധപ്പെട്ട് യോജിച്ചൊരു സമരം വേണം. ആ നിലയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നിർദ്ദേശത്തെ സ്വീകരിച്ചുകൊണ്ടാണ് യോജിച്ചൊരു സമരവേദി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. നിയമസഭയിൽ ഐകകണ്ഠ്യേന ഒരു പ്രമേയം യോജിച്ച് പാസ്സാക്കണം, അതും പ്രതിപക്ഷത്തിൻ്റെ നിർദ്ദേശമായിരുന്നു അന്ന്. അതും സർക്കാർ അംഗീകരിക്കുകയും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ, എനിക്ക് തോന്നുന്നു അന്ന് ശ്രീ രാജഗോപാൽ പോലും അബദ്ധത്തിലാണെങ്കിലും അദ്ദേഹം അനുകൂലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടാണ് ആ പ്രമേയം ഐകകണ്ഠ്യേന 140 അംഗങ്ങളുടെയും അംഗീകാരത്തോടു കൂടി പാസ്സായത്. അപ്പോൾ ഇന്നലകളിൽ അത്തരത്തിലുള്ള സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങൾക്ക് ഈ സമരത്തിൻ്റെ ഭാഗമായി അണിനിരന്ന ആളുകൾക്ക് അന്ന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന്, അത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ഇച്ഛാഭംഗവും ഒരു വഞ്ചന നേരിട്ട അനുഭവവും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പം ഞാൻ കൃത്യമായി പറയുകയാണെങ്കിൽ അന്നത്തെ ആ സമരകാലത്ത് ഏതാണ്ട് 835 കേസുകൾ, ക്രിമിനൽ കേസുകൾ സമരം ചെയ്ത ആളുകൾക്കെതിരെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതിൽ ഏതാണ്ട് 6500ഓളം ആളുകൾ പ്രതികളാക്കപ്പെട്ടിരുന്നു. പക്ഷെ അതിൽ വെറും 30-32 കേസുകൾ മാത്രമാണ് ഈ 5 വർഷത്തോളമായിട്ടും ഇതുവരെ പിൻവലിച്ചത്. ഈ കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അതിനെക്കുറിച്ച് പ്രതികരിച്ചത്, വ്യാപകമായിട്ടുള്ള അക്രമം അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അക്രമമുള്ള കേസുകൾ പിൻവലിക്കാൻ കഴിയില്ല, അല്ലാത്തത് പിൻവലിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ കേരളത്തിൽ അന്ന് 835ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 800ഓളം കേസുകളിലും ഗുരുതരമായിട്ടുള്ള അക്രമം നടന്നിട്ടുണ്ട് എന്നാണോ സർക്കാർ പറഞ്ഞു വരുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അന്ന് വളരെ സമാധാനപരമായിട്ടാണ്, ജനാധിപത്യപരമായിട്ടാണ്, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അംബേദ്കറുടെയും ഒക്കെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാ സമരങ്ങളും നടന്നിട്ടുള്ളത്. ഒരിടത്ത് പോലും ആ ഘട്ടത്തിൽ സംഘപരിവാറിൻ്റെ പോലും കേരളത്തിലെ ഈ സമരങ്ങൾ ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമായി എന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ വളരെ സ്വാഭാവികമായിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് കേസുകൾ ഉണ്ടാവാം. പക്ഷെ അതുപോലും 5 വർഷത്തോളമായി നിലനിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി 6000-6500 ആളുകൾക്ക് ഇപ്പോഴും അതിൻ്റെ നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം നിൽക്കുമ്പോഴാണ് സ്വന്തം നിലയ്ക്കുള്ള സമരങ്ങളുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകാൻ നിർബന്ധിതരാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞങ്ങൾ പറയാം. ഞങ്ങൾ ഈ കാര്യത്തെ ശക്തമായി എതിർക്കുകയാണ്. ശക്തമായിട്ടുള്ള ഞങ്ങളുടെ എതിർപ്പ് അത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകളും കഴിഞ്ഞ 2-3 ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലൊരു നുണപ്രചരണം
ഇക്കാര്യത്തിൽ CPM-ന്റെ ഹാൻഡിലുകൾ അഴിച്ചുവിടുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞാൻ അതിന്റെ വസ്തുതയെക്കുറിച്ച് കൂടി ആദ്യം തന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ CAA നിയമം പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ അത് വോട്ടിങ്ങിനിട്ടപ്പോൾ കോൺഗ്രസിന്റെ കേരളത്തിലെ മുഴുവൻ അംഗങ്ങളും അടക്കം ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും അതിനെ എതിർത്ത് വോട്ട് ചെയ്ത ആളുകളാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വളരെ ബാലിശമായിട്ടുള്ള അങ്ങേറ്റം നിരുത്തരവാദപരമായിട്ടുള്ള അങ്ങേറ്റം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാദം, ഇത് വോട്ടിനിട്ടപ്പോൾ ആരിഫ് മാത്രമാണ്, CPM-ന്റെ MP മാത്രമാണ് അതിനെതിരായിട്ട് വോട്ട് ചെയ്തത്, കോൺഗ്രസ് അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നൊരു തെറ്റിദ്ധരിപ്പിക്കൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നുണപ്രചരണം നടത്തി വളരെ ബേസ്ലെസ് ആയിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പൊതു സമരധാരയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ ദൗർഭാഗ്യവശാൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേസിന്റെ അവസ്ഥയെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചത് ശിവദാസൻ അത് കേൾക്കൂ. എന്തുകൊണ്ടാണ് സംയോജിതമായ പൂർത്തിയാക്കൂ? ഞാൻ അക്കാര്യട്ടെ. അപ്പൊ അന്നത്തെ 835 കേസിനോടൊപ്പം ഇന്നലെ ഇപ്പൊ ഞാൻ അടക്കമുള്ള ആളുകൾക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ മാധ്യമങ്ങളുടെ മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങളുടെ ചാനൽ ക്യാമറകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ലൈവായിട്ട് നിങ്ങളൊക്കെ എൻ്റെ ഉദ്ഘാടന പ്രസംഗം സംപ്രേഷണം ചെയ്തതാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായോ? അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു അക്രമ സംഭവമോ ആർക്കെങ്കിലും പരിക്ക് പറ്റുന്ന സംഭവമോ ഏതെങ്കിലും പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലോ. ആകെ പോലീസിന് കുറച്ച് ചളിവെള്ളത്തിന്റെ നഷ്ടമുണ്ടായി ഞങ്ങളുടെ മേത്തേക്ക് വാട്ടർ ജെറ്റ് ചീറ്റുന്നതിന് വേണ്ടി എന്നതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടില്ല. വേറെ ഒരു തരത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ അടക്കമുള്ള ആളുകൾ പ്രവർത്തകരെ സമാധാനപരമായി പിന്തിരിപ്പിച്ച് അവിടെ റോഡിൽ കുറച്ചു നേരം കുത്തിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ വളരെ സ്വാഭാവികമായ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ പോലും അനുവദിക്കില്ല. അപ്പൊ അതിന്റെ പേരിൽ ചുമത്താൻ പറ്റുന്ന KP ആക്ടിലെയും IPC-യിലെയും നിരവധി വകുപ്പുകളൊക്കെ ഉണ്ട്. സാങ്കേതികമായി വ്യാഖ്യാനിച്ചാൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന വകുപ്പുകൾ. മാർഗ തടസ്സം ഉണ്ടാക്കി, ഗതാഗത തടസ്സം ഉണ്ടാക്കി, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, അപകടകരമാവുന്ന രീതിയിൽ ആളപായം ഉണ്ടാവുന്ന തരത്തിൽ ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുന്ന തരത്തിൽ കോലം കത്തിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് FIR. നിങ്ങൾ പക്ഷേ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ സമരത്തിനിറങ്ങുന്ന മുഴുവൻ ആളുകളെയും ഇമാതിരി കിട്ടുന്ന ആക്ടിലെ ഏറ്റവും സിവിയറസ്റ്റ് ആയിട്ടുള്ള വകുപ്പുകൾ ചാർജ് ചെയ്തുകൊണ്ട് തുടക്കത്തിലെ അവർക്കെതിരെ കേസെടുക്കുക, നിശബ്ദരാക്കുക എന്ന് പറയുന്നൊരു സമീപനം കൂടി ദൗർഭാഗ്യവശാൽ സർക്കാർ പ്രഖ്യാപിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണോ ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാനിപ്പം CPM-ന്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുൻപ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രതിനിധി ഷെഫ്രിൻ എന്നോടൊപ്പം ഉണ്ട്. ഷെഫ്രിൻ, നിങ്ങളിപ്പോൾ ഈ CAA വിജ്ഞാപനം പുറത്തു വന്ന നിമിഷം മുതൽ സമരത്തിലുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് CPM നയിക്കുന്ന കേരളത്തിലെ സർക്കാർ CAA വിഷയത്തിലൊരു വളരെ ക്ലാരിറ്റിയുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് നേരെ മറിച്ചുള്ള അനുഭവമാണോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും പിന്നെ ഇന്നലെ മിനിയാന്ന് CAA വിജ്ഞാപനം വന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് വ്യത്യസ്ത സംഘടനകൾ സമരങ്ങൾ ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ആ സ്വഭാവത്തിലുള്ള സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള മാർച്ചുകൾ, ക്യാമ്പസുകളിൽ വിജ്ഞാപനം കത്തിക്കുന്ന പോലെയുള്ള പരിപാടികൾ. അപ്പോൾ ഇത്തരമൊരു സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ പിന്നെ ഈ പറയുന്ന ജനാധിപത്യ പക്ഷത്ത് നിൽക്കുന്ന സംഘടനകൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെയും CAA വിഷയത്തിൽ ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയപ്പെടുന്ന കേരളത്തിനകത്താണ് പോലീസിൻ്റെ അകത്തുനിന്ന് വളരെ മോശമായ സമീപനം വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നത്. കോഴിക്കോട് ആകാശവാണിയിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ പോലീസിൻ്റെ ക്രൂരമായ അക്രമം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ വലിയ സ്വഭാവത്തിലാണ് പോലീസ് അക്രമം അഴിച്ചുവിടുന്നത്. ക്രൂരമായി ലാത്തിയിൽ ആണിയൊക്കെ വെച്ചുകൊണ്ട് കുട്ടികളെ അടിക്കുന്ന, യാതൊരു പ്രകോപനവുമില്ലാതെ അവിടെ ഉദ്ഘാടന സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് കുട്ടികളെ ആക്രമിക്കുന്നത്. വലിയ സ്വഭാവത്തിൽ കുട്ടികളെ ആക്രമിക്കുന്നത്. ബീച്ചിൽ അത് കണ്ടുകൊണ്ട് നിന്ന ആളുകളെ വരെയും ആക്രമിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോലീസിൻ്റെ ഒരു അക്രമം മാറിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു സമരം നടക്കുമ്പോൾ പോലീസ് ആളുകളെ തടയുക അല്ലെങ്കിൽ ചിലപ്പോൾ ലാത്തി വീശുക പോലുള്ള സംഗതികൾ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ അത് എന്തുമാത്രം ശരി തെറ്റ് എന്നുള്ളത് വേറെ കാര്യം. അല്ലെങ്കിൽ സമരത്തിനെതിരെ കേസ് എടുക്കുക എന്നും സ്വാഭാവികമാണ്. ഇത് പക്ഷേ അതിനപ്പുറം കടന്നുപോയി നിങ്ങൾ ആരോപിക്കാനുള്ള സംഗതി എന്താണ്? അത് ആ വിഷ്വൽസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന സംഗതിയാണ്. കാരണം പോലീസിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. അവരൊരിക്കലും അത് പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവിടെ നിന്ന് സമാധാനപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഏകപക്ഷീയമായിട്ടാണ് പോലീസ് ആക്രമിക്കുന്നത്. അതൊന്ന് പോലീസിൻ്റെ അക്രമം ഒന്നാമത്തെ ഒരു സംഗതിയാണ്. രണ്ടാമത്തെ സംഗതി അതിൽ കേസ് ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പോലീസ് കേസ് ചാർജ് ചെയ്യുന്നു, 8ഓളം വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യുന്നു, അവരെ റിമാൻഡ് ചെയ്യുന്നു. ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ട് അതിൽ ചാർത്തിരിക്കുന്ന വകുപ്പുകളെന്ന് പറയുന്നത് നമുക്കറിയാം. അവിടെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ആകാശവാണിയിലേക്ക് മാർച്ച് നടത്തിയ ആളുകൾ ട്രെയിൻ തടഞ്ഞു എന്ന് വ്യാജമായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർക്കുകയാണ്.
അവിടെ ട്രെയിൻ തടഞ്ഞു എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തൊരു സംഗതി ആ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർക്കുകയാണ്. അതേപോലെ തന്നെ മതസൗഹാർദ്ദത്തിന് വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ അവിടെ വിളിച്ചു. അവിടെ ഡൗൺ ഡൗൺ CAA എന്നൊക്കെ പറയുന്ന ഒരു മുദ്രാവാക്യത്തിനപ്പുറത്ത് ഒരു മുദ്രാവാക്യം, അവിടുത്തെ മുഴുവൻ സംഗതികളും ഇവിടുത്തെ മാധ്യമങ്ങൾ ലൈവ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ വ്യാജമായ ആരോപണങ്ങൾ അതിലെഴുതി ചേർത്തുകൊണ്ട് അവരെ ജയിലിലേക്ക് അയക്കുകയാണ്. വളരെ ബോധപൂർവ്വം, വളരെ പ്രതികാര ബുദ്ധിയോടുകൂടി പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. കാരണം ഇടതുപക്ഷം നിരന്തരം പറയുന്നു ഞങ്ങൾ CAക്കെതിരാണ്, ഞങ്ങൾ പ്രമേയം പാസ്സാക്കിയ ആളുകളാണ്, ഞങ്ങൾ പാളയത്ത് സമരം ആളുകളാണെന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ സ്വഭാവത്തിലുള്ള അതിക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ UAPA വിഷയത്തിൽ ഇവിടുത്തെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് നിലപാടുണ്ട്, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് നിലപാടുണ്ട്, ഞങ്ങൾ UAPAക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഭരണകൂടം ഇവിടെ വരുന്ന കേസുകൾക്ക് നേരെ UAPA ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. CAയിൽ നമുക്ക് അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. CAക്കെതിരാണ് എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രി അടിവരയിട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പത്തുള്ള പോലീസ് RSSന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ശരി, അതൊരു സീരിയസ് ആയിട്ടുള്ള വിമർശനമാണ്. ശിവദാസൻ നോടൊപ്പമുണ്ട്. ശിവദാസൻ, ഒന്ന് നോക്കൂ, ആദ്യം ബൽറാം പറയുകയാണ് കഴിഞ്ഞ തവണ എടുത്ത കേസുകളിൽ 3/4 കേസുകളും പിൻവലിച്ചിട്ടില്ല. പിൻവലിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവ ഗൗരവ സ്വഭാവമുള്ള കേസുകളാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഗൗരവ സ്വഭാവമുള്ള അക്രമാസക്തമായ CAA സമരം നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് സാധാരണ സമരങ്ങൾക്ക് മേൽ ഗൗരവതരമായ വകുപ്പുകൾ ചുമത്തി ഒരു നിലയ്ക്കും പിൻവലിക്കാൻ കഴിയാത്ത വിധം അവയെ സങ്കീർണമാക്കിയത്? രണ്ടാമത്, ഇവിടെ ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഈ CAA വിജ്ഞാപനം വന്നതിന് ശേഷം കേരളത്തിൽ എവിടെയും അക്രമാസക്തമായ ഒരു സമരവും നടന്നിട്ടില്ല. പക്ഷേ മതസൗഹാർദ്ദം തകർക്കുന്ന മുദ്രാവാക്യം വിളിച്ചു, ട്രെയിൻ തടഞ്ഞു, അല്ലെങ്കിൽ വയലൻസ് കാണിച്ചു പോലെയുള്ള അങ്ങേയറ്റത്തെ വകുപ്പുകളിട്ട് കേസ് ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ സർക്കാർ മിഷണറി ചെയ്യുന്നതും രണ്ട് കാര്യമാണോ? അപ്പോൾ ഇനി പറയാം. ഒന്നാമതായിട്ട് അങ്ങ് വളരെ ആസൂത്രിതമായിട്ടാണ് ചർച്ച എന്നുള്ളത് കേട്ടാൽ തന്നെ മനസ്സിലാവും. ആദ്യം കോൺഗ്രസ് നേതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു, എന്നിട്ട് കൃത്യമായി രണ്ടാമത് ഫ്രട്ടേണിറ്റി, ഈ കേരളത്തിൽ വലിയ ആൾപിന്തുണയൊന്നും ഇല്ലാത്തൊരു സംഘടന, അതിൻ്റെ ആളുടെ അടുത്തേക്ക് പോകുന്നു. മൂന്നാമതായി CPIMൻ്റെ പ്രതിനിധിയായി എൻ്റെ അടുത്തേക്ക് വരുന്നു. യാതൊരു വിഷയമില്ല. അങ്ങ് ആദ്യം ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ശിവദാസൻ, താങ്കൾ ഉത്തരം പറയേണ്ട വിഷയങ്ങളാണ് ബാക്കി രണ്ടുപേർക്കും ഉന്നയിക്കാനുള്ളത്. അതുകൊണ്ട് അവർ ഉന്നയിക്കട്ടെ, താങ്കൾ സമഗ്രമായി മറുപടി പറയട്ടെ എന്ന് മാത്രമേ എന്റെ ഉദ്ദേശമുള്ളൂ. പ്രയാസമില്ല പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു പ്രയാസമില്ല. ഞാൻ ഉത്തരത്തിലേക്ക് വരെ അങ്ങയുടെ സമീപനം എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. അങ്ങ് നേരത്തെ സംയുക്ത സമരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ആരംഭിച്ചത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. എന്നിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്, അങ്ങ് അങ്ങോട്ട് പോയത്. അപ്പോൾ എന്താണ്, രാജ്യത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസിനോട് ചേർന്ന് നിന്നുകൊണ്ട് CAAക്കെതിരായിട്ടൊരു സമരം സാധ്യമാവാത്തത് എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ മനുഷ്യരായ മുഴുവൻ ആളുകളും, മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി, ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി പൊരുതേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. RSSും BJPയും രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവാണ്. മതരാഷ്ട്രവാദികളായിട്ടുള്ള ആളുകൾ, അത് മുസ്ലിം മതത്തെ ഉപയോഗിക്കുന്നവരായാലും ഹിന്ദു മതത്തെ ഉപയോഗപ്പെടുത്തുന്നവരായാലും, മതരാഷ്ട്രവാദികളായിട്ടുള്ള സകല ആളുകൾക്കുമെതിരായി മതനിരപേക്ഷവാദികൾ കൈകോർത്ത് പിടിച്ച് അണിനിരക്കേണ്ടുന്ന സവിശേഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പക്ഷേ ഇന്ത്യ രാജ്യത്തിൽ എല്ലായിടത്തും കോൺഗ്രസിനോടൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് മതനിരപേക്ഷവാദികൾക്ക് ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം നിൽക്കുകയാണ്. അതിൻ്റെ കാരണക്കാർ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ ഇതര മതനിരപേക്ഷവാദികളായിട്ടുള്ള ജനവിഭാഗങ്ങളോ അല്ല. അതിൻ്റെ കാരണക്കാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണത് അങ്ങനെ ഞാൻ സൂചിപ്പിക്കേണ്ടി വരുന്നത്? നോക്കൂ, നിങ്ങളിപ്പോൾ ന്യൂസ് റൂമിലല്ലേ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇപ്പോൾ ലഭ്യമാവും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെബ്സൈറ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. എന്തുകൊണ്ടാണ് CAAക്കെതിരായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേജിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയാത്തത്? മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവന, രാഹുൽ ഗാന്ധിയുടെ, വയനാട്ടിൽ നിന്ന് ലീഗുകാരുടെ വോട്ട് കൂടി വാങ്ങിയിട്ടാണ് രാഹുൽ ഗാന്ധി എവിടെ എത്തിയത്? ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അല്ലെങ്കിൽ മറ്റേതെങ്കിലും KC വേണുഗോപാലിൻ്റെ പ്രസ്താവന, ആരുടെയെങ്കിലും പ്രസ്താവന എന്തുകൊണ്ടാണ് ആ വെബ്സൈറ്റിൽ വരാത്തത്? കേരളത്തിൽ ഘോരഘോരം പ്രസംഗിക്കുന്നു, വയനാട്ടിലെത്തി പ്രസംഗിക്കുന്നു, മലപ്പുറത്ത് നിന്ന് പ്രസംഗിക്കുന്നു, പലയിടത്ത് നിന്ന് പ്രസംഗിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇതര സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നില്ല? ആ പുറപ്പെടുവിച്ച പ്രസ്താവനകൾ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിലും മറ്റിടങ്ങളിലും നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യം നിൽക്കുകയാണ്. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ്? ബാബരി മസ്ജിദ് തകർക്കുന്നതിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിൻ്റെ നേതാവാണ് ബാബരി മസ്ജിദ് തകർത്ത് അവിടെ ക്ഷേത്രം പണിയുന്ന ഘട്ടത്തിൽ ഞങ്ങൾ വെള്ളി ഇഷ്ടിക കൊടുത്തവരാണ് എന്ന് പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ കരിങ്കല്ലുകളും മറ്റ് കല്ലുകളുമൊക്കെയാണ് RSSകാർ BJPക്കാർ കൊണ്ടുപോയത്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാവായ അദ്ദേഹം
വെള്ളിയുടെ ഇഷ്ടിക കൊടുത്തിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. കമൽനാഥിന്റെ പ്രസ്താവന, ദിഗ്വിജയ് സിംഗിന്റെ പ്രസ്താവന മറന്നുപോകരുത്. ദിഗ്വിജയ സംഘം പറഞ്ഞത് ഞാൻ 1,11,111 രൂപ സംഭാവനയായി കൊടുത്തിട്ടുണ്ട്, എന്നാൽ BJPയുടെ പ്രസിഡന്റ് അവിടെ കൊടുത്തിട്ടുള്ളത് കേവലം 1 ലക്ഷം രൂപയാണ് എന്നുള്ളതായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കുന്നതിന് പിന്തുണ കൊടുത്തവർ, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളുടെ സമയത്ത് മൗനികളായി നിന്നിട്ടുള്ള ആളുകൾ, ആ ആളുകളാണ് കോൺഗ്രസ് എന്നുള്ളത് പറയാതെ നമുക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ സമീപനമാണ് എന്തുണ്ടാക്കുന്നത്? രാജ്യത്ത് മതനിരപേക്ഷവാദികളായിട്ടുള്ള ഐക്യത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2, ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തെക്കുറിച്ചാണ്. കോൺഗ്രസ് ഇതാ ഈ പ്രതിപക്ഷത്തിന് BJP ഗവൺമെന്റിനെതിരായി അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ബഹുമാന്യനായ VT ബലറാം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് കോൺഗ്രസ് ശക്തമായിട്ടുള്ള നിലപാട് ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റിനെതിരായിട്ട് എടുത്തിട്ടുള്ളത്? കർഷകരുടെ വിഷയം, കാർഷിക ബില്ല് വന്നപ്പോൾ, നിയമം വന്നപ്പോൾ ആരായിരുന്നു അവിടെ സമരം ചെയ്ത് സസ്പെൻഷൻ ഏറ്റുവാങ്ങിയിട്ടുള്ളത്? കോൺഗ്രസിന്റെ ഒരാൾ അതിലുണ്ടായോ? എളമരം കരീം ഉണ്ടായിരുന്നു, KK രാഗേഷ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ ഉണ്ടായില്ല? അവിടെയും നിൽക്കുന്നില്ല. അങ്ങയുടെ തന്നെ MP, പത്തനംതിട്ടയിലെ MP ഇപ്പോൾ ഒരു പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ശരിയായ ഉത്തരം നൽകാൻ കഴിയാതെ പോയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. NIA-യുടെ അമെൻമെന്റ് ബില്ലിനകത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ വോട്ട് ചെയ്യാതിരുന്നത് എന്നിട്ടുള്ള ചോദ്യം ഉണ്ടായത്. ആരിഫ് മാത്രമാണ് അതിനെതിരായി വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പരിങ്ങി നിൽക്കുന്നത് നാം കാണുകയുണ്ടായി. എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ബില്ല് വരുന്ന ഘട്ടത്തിൽ, ഇൻഷുറൻസിൻ്റെ, ബാങ്കിങ് സെക്ടറിലെ ബില്ല് വരുന്ന ഘട്ടത്തിൽ ഇവിടെയൊക്കെ നമ്മൾ സമീപനം കണ്ടതാണ്. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ചിദംബരം പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗം എന്താണ്? BPCL ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ നിങ്ങൾക്ക്, ആർക്ക്? BJPക്ക് കഴിയാതിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകേടാണ്. ഞങ്ങൾ നിങ്ങളെക്കാൾ മനോഹരമായി ഇത് ചെയ്യാൻ ശേഷിയുള്ളവരാണ് എന്ന് പ്രസംഗിച്ചിട്ടുള്ള ആളാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനോ മതനിരപേക്ഷതയോട് പ്രതിബദ്ധതയില്ല. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്ന നയത്തോട് പ്രതിബദ്ധതയില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും BJPയുടെ നയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയായി പല മേഖലയിലും കോൺഗ്രസിനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. RSSന്റെ മുദ്രാവാക്യത്തിനോടൊപ്പം നിൽക്കാൻ വിഭജന രാഷ്ട്രീയത്തോട് കോൺഗ്രസിന് എല്ലായ്പ്പോഴും ഒരേപോലത്തെ സമീപനമില്ല, അതുകൊണ്ട് അവരുമായി ചേരാൻ കഴിയില്ല എന്നാണ് താങ്കളുടെ വാദം. അതെടുക്കാം. രണ്ടാമത്തെ പ്രശ്നം ഇവിടെ കിടക്കുകയാണ്. അതായത് നിങ്ങൾ CAA പോലെ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായ ഞാനത് അന്തിമ വാക്ക് പറയല. ഒരു പോയിന്റ് ശിവദാസൻ മുന്നോട്ട് വെച്ചു. ശിവദാസൻ പ്രധാനപ്പെട്ട സംഗതി, ഓക്കെ, എന്തുകൊണ്ടാണ് കോൺഗ്രസുമായി സഹകരിക്കാൻ കഴിയാത്ത പോയിന്റ് താങ്കൾ പറഞ്ഞു. നിങ്ങളുമായി സഹകരിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ ഭരണം, നിങ്ങളുടെ ഗവൺമെന്റ് മെക്കാനിസം മുഴുവൻ ഈ CAA സമരത്തെ RSSനെ പോലെ സമീപിക്കുകയാണ് എന്നതിനുള്ള മറുപടി എന്താണ്? ഞാൻ രണ്ടാമത്തേലേക്ക് വരികയാണ്. അതിനു മുമ്പ് അങ്ങേക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട VT ബലറാം കൂടെ ഇരിക്കുകയാണല്ലോ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അങ്ങയുടെ ന്യൂസ് റൂമിൽ ഇരുന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ വെബ്സൈറ്റ് അങ്ങൊന്ന് ഓപ്പൺ ചെയ്തോളൂ. ഞാൻ ഈ പറയുന്നതിൽ പെശകെങ്ങാനുണ്ടെങ്കിൽ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും കൃത്യമായിട്ടല്ലേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് മറച്ചു വെക്കുന്ന, മടിക്കേണ്ടുന്ന യാതൊരു കാര്യങ്ങളും നമ്മുടെ മുമ്പിലില്ലല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ് നമ്മൾ തുറന്നു കാണിക്കുകയാണ്. ഇതിനകത്ത് മല്ലികാർജുൻ ഖാർഗെക്ക്, AICCക്ക്, രാഹുൽ ഗാന്ധിക്ക് ഒരു പൊസിഷൻ പറയാൻ കഴിയുന്നുണ്ടോ നോർത്ത് ഇന്ത്യയിൽ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം ഓക്കെ. രണ്ടാമത്തേത്, ഇവിടുത്തെ ഗവൺമെന്റ് എന്താണ് ഈ സമാധാന സമരത്തോട് സ്വീകരിക്കുന്ന അസഹിഷ്ണുതാഭാവത്തിന്റെ കാരണം എന്താണ്? അങ്ങ് ധൃതി കൂട്ടില്ല. ഞാൻ അത് പറയുന്നതിന് മുമ്പ് ചില ഉദാഹരണങ്ങൾ കൂടി വരട്ടെ. അതെന്താണ്? ഹിമാചൽ പ്രദേശിൽ ഏക സിവിൽ കോഡിനെ അനുകൂലിക്കാൻ, കൈബന്ധിക്കാൻ കോൺഗ്രസ് നിൽക്കുന്നു. പശു ദേശീയ മൃഗമായി ഗോമാതാവിനെ കൊലപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നു. ഇങ്ങനെ കോൺഗ്രസിൻ്റെ നയമൊന്ന് പരിശോധിക്കുക. അപ്പോൾ ഈ കോൺഗ്രസ് മതനിരപേക്ഷ നിലപാടെടുക്കണമെന്നുള്ളതാണ് ഒന്നാമതായി ഞങ്ങളുടെ അഭ്യർത്ഥന. ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ? ഹിമാചൽ അസംബ്ലിയിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട്, ഈ കോൺഗ്രസ് രാഷ്ട്രീയ പരിപാടിയായി അയോധ്യയിലെ ക്ഷേത്രത്തെ മാറ്റുമ്പോൾ അതിന് പിന്തുണ കൊടുത്തിട്ടുള്ള കർണാടക സർക്കാരിന്റെ നിലപാട്, ഇതൊക്കെ രാജ്യത്തിന് മുമ്പിൽ, നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയല്ലേ. അപ്പോൾ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന RSSനോടൊപ്പം നിൽക്കുന്നു. ഇനി അടുത്ത ഭാഗം എന്താ? കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വളരെ വിശദമായി രണ്ടാളുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
അതിൽ കേസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു നിലപാട് കൃത്യമായിട്ട് തന്നെയുണ്ട്. അത് CAA ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അക്രമ സമരങ്ങളല്ലാത്ത എല്ലാ സമരങ്ങളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്ന അഭിപ്രായമാണ് എൻ്റെ പാർട്ടിക്കും LDF സർക്കാരിനുമുള്ളത് എന്നുള്ളത് ഒന്നാമത്. ശിവദാസൻ, ആദ്യത്തെ CAA പ്രൊട്ടസ്റ്റിലെ 3/4 കേസുകളും 830 കേസിൽ ബഹുഭൂരിപക്ഷം കേസും പിൻവലിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ കേരളത്തിൽ CAA ബന്ധപ്പെട്ട് നടന്നത് ഒരു അക്രമ സമരത്തിന്റെ പരമ്പരയായിരുന്നു എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഞാൻ വിശദീകരിക്കട്ടെ. ഞാൻ മറച്ചു വെച്ചല്ലോ ഒന്ന് കൃത്യമായി പറയാനുള്ള തൻ്റെ ഇടത്തിലല്ലേ ഇവിടെ ഇരിക്കുന്നത്. എന്താണ് CAA ബന്ധപ്പെട്ട് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ 835 കേസുകൾ. ആ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ സർക്കാർ പുറപ്പെടുവിച്ച പൊതു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച കേസുകളുടെ എണ്ണം, അവസാനിപ്പിച്ച കേസുകളുടെ എണ്ണം എന്നുള്ളത് 260 കേസുകളാണ്. കേസുകൾ പിൻവലിക്കുന്ന അതിനോടൊപ്പം തന്നെ കോടതി തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം 283 ആണ്. നിരാക്ഷേപ പത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച കേസുകളുടെ എണ്ണം 86 ആണ്. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ പിന്നെ വരുന്നതാണ്. ഇനി കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ചൊരു പ്രൊസീജിയറുണ്ട്. എന്താ ആ പ്രൊസീജിയർ? IPC 321 അനുസരിച്ചാണല്ലോ കേസുകൾ പിൻവലിക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുള്ള ലഭ്യമായിട്ടുള്ള സർക്കാരിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അപേക്ഷകളും സർക്കാരിന് അനുമതി കൊടുക്കാൻ, പിൻവലിക്കുന്നതിന് സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട്. സർക്കാർ പിൻവലിക്കുകയല്ലേ ചെയ്യുക. ചോദ്യങ്ങളിൽ ചിലർ ധരിച്ചു വെക്കുന്നത് സർക്കാരിന് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള എല്ലാ കേസുകളും പിൻവലിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ്. നിങ്ങൾ പലരുടെയും ചർച്ചയുടെ ഒരു അവകാശമില്ല. സർക്കാരിന് കോടതി നടപടി പ്രകാരമേ സർക്കാരിന് കേസ് തീർക്കാൻ കഴിയൂ. എത്ര കേസുകൾ സർക്കാർ കോടതിയിൽ ഞങ്ങൾക്ക് കേസില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? സർക്കാർ ഇപ്പോഴും അങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ചിരിക്കുന്ന കേസുകളുണ്ട്. തമിഴ്നാട്ടിലെല്ലാം പിൻവലിച്ചു കേട്ടോ കോമ്രേഡ്. ഞാൻ അങ്ങ് എന്നെ പറയാൻ കൂടി അനുവദിക്കപ്പോൾ, തമിഴ്നാട്ടിൽ എല്ലാം പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ പിൻവലിക്കാൻ സർക്കാരിന് അവകാശമില്ല. പിൻവലിക്കാനുള്ള അനുമതി കൊടുക്കാനാണ് സർക്കാരിന് പറ്റുക. അങ്ങനെ ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്യാത്ത കേസുകളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ തന്നെ വായിച്ചത് പ്രകാരം ഗവൺമെന്റ് അങ്ങനെ പിൻവലിക്കാൻ ഇനീഷ്യേറ്റ് ചെയ്യാത്ത കേസുകളുടെ എണ്ണമാണ് കൂടുതൽ. അതാണ് പ്രശ്നം. അങ്ങനെ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം സർക്കാർ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത് ഈ സീരിയസ് ആയിട്ടുള്ള കേസുകൾ ഒഴികെയുള്ളവ എന്നാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് സീരിയസ് ആയ കേസുകൾ എടുത്തത്? CAA സമരം കേരളത്തിൽ അക്രമാസക്തമായിരുന്നില്ല എന്ന് എനിക്കും താങ്കൾക്കും ഈ പാനലിലുള്ള എല്ലാവർക്കും അറിയാവുന്നിരിക്കെ സർക്കാർ ഗൗരവ സ്വഭാവമുള്ള വകുപ്പുകളിട്ട് സമാധാന സമരത്തെ കൈകാര്യം ചെയ്തു. ഏറ്റവും അവസാനത്തെ ഇപ്പോഴത്തെ 62 കേസെടുക്ക്. ഇതിൽ പോലും മതസൗഹാർദ്ദത്തെ അപകടപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കള്ളച്ചാടിയിരിക്കുകയാണ്. നിഷാദ്, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പറയാൻ വാക്കില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പറയില്ല. ഞാൻ കൃത്യമായിട്ടല്ലേ പറയുന്നത്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. സർക്കാരിൻ്റെ കയ്യിൽ ലഭ്യമായിട്ടുള്ള എല്ലാ അപേക്ഷകളും തുടർ നടപടിക്ക് വേണ്ടി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ തുടർ നടപടിക്കായി നിയമവകുപ്പിന് നൽകുകയും നിയമവകുപ്പിൻ്റെ അനുമതിയോടുകൂടി പിൻവലിക്കുന്നതിനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അപേക്ഷ നൽകാതെ എൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ആ കേസ് പിൻവലിക്കണമെന്നും അപേക്ഷ നൽകാതെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പിണറായി വിജയൻ മോനെ അപേക്ഷ തരൂ, എന്നിട്ട് നിനക്കങ്ങ് കേസ് പിൻവലിച്ചു തരാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. നിങ്ങൾ എന്ത് വേണം? അപേക്ഷ കൊടുക്കണം. ഇങ്ങനെ തർക്കിച്ച് ഒരുപാട് കളയാനില്ല. ഇനി മറ്റു പാനലിസ്റ്റുകൾക്ക് മറുപടി പറയാനുള്ള ഒരു കാര്യം കൂടി ഇപ്പൊ എടുത്തിരിക്കുന്ന കേസുകളെ കുറിച്ച് പറയാമോ? ഇപ്പൊ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രതിനിധി പറയാൻ രാത്രി നടത്തിയ ആകാശവാണി സമരത്തിനെതിരെ നമ്മൾ തമ്മിൽ തന്നെയായി കുറെ സമയം ആകാശവാണിയിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ബലം പ്രയോഗിക്കുകയാണ്. പോട്ടെ, ബലപ്രയോഗത്തിൽ പലതരം അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ ഡൗൺ വിത്ത് CAA എന്ന് മുദ്രാവാക്യം വിളിച്ചാൽ മതസൗഹാർദ്ദം അപകടത്തിലാക്കുന്ന വകുപ്പിടാൻ എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് തയ്യാറാവുന്നത്? ഗുരുതര സ്വഭാവമുള്ള വകുപ്പിടുക കേസെടുത്ത് തുടങ്ങിയിരിക്കുന്നു. ഇനിയും പിൻവലിക്കുന്ന കാര്യം പറയുമ്പോൾ അത് സീരിയസ് ഒഫൻസ് ആണ്, പറ്റില്ല എന്ന് പിന്നെ ന്യായം പറയാനല്ലേ? അല്ല, അതില് തമിഴ്നാട്ടില് RSS ഒരു മാർച്ചിനെതിരായിട്ട് പിന്നെ DMK സർക്കാർ ആ മാർച്ചിനെ നിരോധിച്ചപ്പോൾ RSSകാർ ചോദിച്ച ചോദ്യമുണ്ട്, ഞങ്ങൾ മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്നുള്ള ശ്രമത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്യാന്നുള്ളത് അവർ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ അതുപോലെ
ചില മതമുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന സംഘടനകൾ അത്തരത്തിലുള്ള ചോദ്യം ചിലപ്പോൾ ഉയർത്തിയേക്കാം. എന്തൊക്കെയാണ് പോലീസിന്റെ FIR-ൽ വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. എന്തൊക്കെയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ മൂവ്മെന്റിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ജമാഅത്തെ ഇസ്ലാമിന്റെയും മീഡിയ വണ്ണിന്റെയും രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നുള്ള ചർച്ചക്കല്ല ഞാനിവിടെ വന്നതെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് അങ്ങനെ ചില പൊട്ടും പൊടിയും ഒക്കെ പറഞ്ഞാൽ ആ പോലീസ് അങ്ങനെ ഗുരുതരമായി കേസെടുക്കാൻ തക്കവണ്ണമുള്ള എന്തോ ദുരൂഹ സ്വഭാവമുള്ള ഓർഗനൈസേഷൻസ് ആണ് അപ്പുറത്തുള്ളത് എന്ന് സ്ഥാപിച്ചു പോകാം എന്ന് അങ്ങ് വിചാരിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ഞാനൊന്ന് പറയാം. വ്യക്തമാക്കണം എന്ത് മതസൗഹാർദ്ദത്തിന് കോട്ടം എന്ത് മുദ്രാവാക്യമാണ് സമരത്തിൽ ഉന്നയിക്കപ്പെട്ടത്? ഞാൻ BJP പാനലിസ്റ്റിലേക്ക് പോയിട്ടില്ല. ഞാൻ ഒന്ന് വേഗം ഒന്ന് തിരിച്ചു വരാം. BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഞാൻ അല്പം വൈകി, സോറി. നോക്കൂ, ഇവിടെ നേരത്തെ ശ്രീ ശിവദാസൻ ചൂണ്ടിക്കാണിക്കുകയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഒരു നിലയ്ക്കുള്ള വിയോജിപ്പും ഇല്ല. അവരെവിടെയും ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അമിത്ഷാ പറയുന്നു കോൺഗ്രസ് ഇത് മുഴുവൻ കുത്തിക്കലക്കാൻ നോക്കുകയാണ് എന്ന്. സത്യത്തിൽ കോൺഗ്രസ് വേണ്ടത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ലല്ലോ ശ്രീ ഉല്ലാസ് ബാബു. ഈ ഒരു നിയമം ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നിയമമായിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നു. പിന്നെ അതിനകത്ത് ജാതി ഉണ്ടാക്കി, മതമുണ്ടാക്കി, വർഗമുണ്ടാക്കി, വർണ്ണമുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു തരം ഒരു വേഷം കെട്ട് എന്ന് പറഞ്ഞ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന് അല്ല നിഷാദേ, ഈ 3 പേര് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആവേശമൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് അങ്ങ് ചോദിച്ചു, ഞാൻ മറുപടി പറയാം. എന്നെ 22 മിനിറ്റ് നേരം ഇവിടെ ഓട്ടൂറിൽ പണയം വെച്ച പോലെ നിങ്ങൾ ഇരുത്തിയപ്പോൾ നിങ്ങൾക്ക് ഈ ആവേശമൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ഒന്നിക്ക് നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഞാൻ എത്ര നേരം ഇരുന്നല്ലോ, 1 മണിക്കൂർ ഞാൻ ഇരിക്കാം, എവിടെ ഇരുന്നാലും സന്തോഷം. അത് നിങ്ങൾ പറഞ്ഞു. താങ്കൾ പൂർത്തിയാക്കും, താങ്കളുടെ ടേക്ക് പൂർത്തിയാക്കും. ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഈ CAA നിയമം എന്ന് പറയപ്പെടുന്നത് ഒരു തരത്തിലും ഇന്ത്യൻ പൗരനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കും ബാധകമല്ല. ഇവിടുത്തെ ഒരു ജാതിക്കും ബാധകമല്ല. ഒരു തരത്തിലും ഇതിനെ വർഗീയവൽക്കരിച്ച് ഒരു സംവിധാനവും കണ്ടിട്ടില്ല. പിന്നെ ഇതിലൊക്കെ വർഗീയത ഉണ്ടാക്കി ഇത് ഇന്ന മതത്തിനെതിരാണ്, ഇത് തമ്മിൽ തല്ലിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിട്ടു എന്നാൽ നിങ്ങൾ കാര്യം ചെയ്യും. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ, മാക്സിമം ഒരു 2 മാസത്തിനുള്ളിൽ എല്ലാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് പുതിയ ഭരണ സംവിധാനം അധികാരത്തിൽ കയറേണ്ട സമയമാണ്. നിങ്ങൾ മത്സരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ പ്രധാനമന്ത്രിയൊക്കെ വരട്ടെ എന്ന്. CPM-ൻ്റെ പ്രധാനമന്ത്രി വരട്ടെ, കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി വരട്ടെ. ആ പ്രധാനമന്ത്രിമാരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഭൂരിപക്ഷമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തു. ഇവിടെ കൃത്യമായി ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ വളരെ കൃത്യമായി പഠിച്ച് അതിൻ്റെ നിയമപരമായ ശൈലിയിൽ തന്നെ ലോകസഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, രാഷ്ട്രപതി ഒപ്പിട്ട് അത് നിയമമായി രംഗത്ത് വന്നു. ആ സമയത്ത് ഇതിനെ തമ്മിൽ തല്ലിച്ച് അതിനകത്ത് 10 വോട്ട് കിട്ടുമെങ്കിൽ ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു നയം നിങ്ങൾ എടുക്കുന്നു. ആ നയത്തിനൊക്കെ നമുക്ക് എന്തിനാ ടെൻഷൻ? ഞങ്ങളെ സംബന്ധിച്ചതിലൊന്നൊരു വിഷയമുള്ള കാര്യമില്ല. ബൽറാമിൻ്റെ ആവശ്യം എന്താണ്? CAA എന്നല്ല ബൽറാമിൻ്റെ പ്രശ്നം. ബൽറാമിൻ്റെ പ്രശ്നം കേസ് പിൻവലിച്ചില്ല. ബൽറാമിൻ്റെ ഭാഗത്തേക്ക് ചെളിവെള്ളം ഒഴിച്ചു. ആ കേസുകൾ പിൻവലിച്ചില്ല. അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും അതിനെതിരെ കേസെടുത്തു. എന്താണ് ശിവദാസൻ പറയുന്ന? കേസുകൾ കുറച്ചൊക്കെ പിൻവലിച്ചിട്ട് അപേക്ഷ എന്നാൽ പിൻവലിക്കാം. ഫ്രറ്റേണിറ്റി എന്താണ് പറയുന്നത്? ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ രാജ്യവിരുദ്ധമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാജ്യവിരുദ്ധ മുദ്രാവാക്യം ഉന്നയിച്ചിട്ടില്ല, ഞങ്ങൾക്കെതിരെ കേസെടുത്തു ഇത്യാദി കാര്യങ്ങൾ. കേസെടുത്തതിനുള്ള പിണക്കമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ആ ചർച്ച കേസെടുത്ത പിണക്കമായിട്ട് നിങ്ങൾ കൺവെർട്ട് ചെയ്യും. ഞാൻ ചോദിക്കുന്നത് ഉല്ലാസ് ബാബു, മതത്തിന്റെ പേരിൽ ഇതിനെ വലുതാക്കുകയാണെന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നു. ഈ പൗരത്വം എന്ന് പറയുന്ന ആശയത്തിന് മതവും ജാതിയും വംശവുമായി ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല എന്ന് എഴുതി വെച്ച ഭരണഘടനയിന്മേലാണ് ഈ രാജ്യം ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങൾ മതത്തെ അടിസ്ഥാനമാക്കി പൗരത്വം കൊടുക്കുന്ന ഏർപ്പാട് മാറ്റിയിരിക്കുകയാണ്. അത് പറയുമ്പോൾ അയ്യോ മതം പറയുന്നത് എന്ന് പറയുന്നതിലെ യുക്തിശൂന്യത എന്തുമാത്രം വലുതാണ്? അത് നിഷാദിന്റെ വളച്ചൊടിക്കലല്ലേ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടപ്പെടുന്നുണ്ടോ ഇവിടെ?
ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ വിഷയം എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാലോ. പൗരത്വം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അമിത്ഷാ പ്രസംഗിച്ച് താങ്കൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താം. ക്രോണോളജി ഓർത്തു വെച്ചോളൂ. ആദ്യം ഞങ്ങൾ CAA നടപ്പിലാക്കും, പിന്നീട് ഞങ്ങൾ പോപ്പുലേഷൻ രജിസ്റ്റർ നടപ്പിലാക്കും, പിന്നീട് ഞങ്ങൾ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച അമിത്ഷായുടെ പ്രസംഗം താങ്കൾക്ക് ഓർമ്മയില്ലാത്തുണ്ടാവും. ഈ അജണ്ട സെറ്റ് ചെയ്ത് തുടങ്ങി താങ്കൾക്ക് അമിത്ഷാ നിങ്ങൾ പറയുന്നതല്ല അമിത്ഷാ പറയുന്നത്. അമിത്ഷാ പറയുന്നത് ഓർത്തു നോക്കൂ. അമിത്ഷാ പറയുന്ന ക്രോണോളജി ഓർത്തോളണം. CAA വരും, പിന്നെ സെൻസസ് വരും, പിന്നെ NRC വരും. NRC നടപ്പിലാക്കിയപ്പോൾ അസമിൽ 1 കോടിയിലധികം ആളുകൾ പൗരത്വത്തിന് പുറത്തായി. പിന്നെയും അത് ഇളവുകളോടെ നടത്തിയപ്പോൾ 19 ലക്ഷം പേര് പുറത്തായി. ഇതാണ് പദ്ധതി എന്ന് അമിത്ഷാ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞാൽ ഒക്കുവോ? ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലാനില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് CAA. ഞങ്ങളത് നടപ്പിലാക്കുമെന്ന് അതിലെന്താ സംശയം? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ പറഞ്ഞ CAA ഞങ്ങൾ നടപ്പിലാക്കി. അതിനകത്ത് എന്താ പ്രയാസമുള്ളത്? ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇപ്പോഴും പറയല്ലേ, അത് നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലെ ഒരാൾക്ക് പോലും ഒരു പൗരത്വം നഷ്ടപ്പെടുന്നില്ല. പിന്നെ അതിനകത്ത് നിങ്ങളെപ്പോലെയുള്ള അജണ്ട സെറ്റർമാർ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ മതവൽക്കരിച്ച് കാണുന്നത് അത് ഞങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. അത് നിങ്ങളാണ് നിങ്ങളെ പരിശോധിക്കേണ്ടത്. നിങ്ങൾ പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുന്നു. ഈ രാഷ്ട്രീയ വിഘടന സ്വഭാവം ഉണ്ടാക്കുന്നതെന്ന് നിശാന്തിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നിശാന്ത് സെറ്റ് ചെയ്യുന്ന അജണ്ട സെറ്റ് ചെയ്യുന്നവരോട് ചോദിക്കുക. ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അമിത്ഷാ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എന്താ? ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുൻപ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതിന് വിരോധമുള്ള ആളുകൾ പറയുകയാണെങ്കിൽ വർഗീയ രാഷ്ട്രീയ സംഘടനകൾ മുഴുവൻ സമരം നടത്തുകയല്ലേ? അവർ സമരം നടത്തി ജനകീയമായി നേരിട്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ വിജയിച്ചു വരട്ടെന്നേ. ആ വിജയിച്ചു വന്നിട്ട് നിങ്ങൾ നടത്ത്, എന്നിട്ട് നിങ്ങൾ സംസാരിക്കേ. അല്ലാതെ ജയിച്ചു വന്നൊരു സർക്കാർ ചെയ്യുന്ന കൃത്യമായ പ്രവർത്തനത്തെ മോശവൽക്കരിച്ചുകൊണ്ട് വർഗീയവൽക്കരിച്ചുകൊണ്ട് അജണ്ട സെറ്റ് ചെയ്യുന്ന പ്രവൃത്തി അത് ശരിയല്ല നിഷാദേ. ശരി അജണ്ട സെറ്റ് ചെയ്യുന്ന ആരാണെന്ന് ആളുകൾ കൂടി മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ല ബൽറാം നോക്കൂ, ഇവിടെ കോൺഗ്രസിന് ഒരു പൊസിഷൻ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കോൺഗ്രസിന്റെ കൂടെ സമരം ചെയ്യുമെന്ന ചോദ്യം വാലിഡായ ചോദ്യമല്ലേ? കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ ഈ വിഷയം പറയാൻ മടിക്കുന്നില്ലേ? ഓക്കെ, ഞാൻ ആദ്യം ഈ BJP പ്രതിനിധിക്കൊന്ന് മറുപടി കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞു ഇത് തമ്മിൽ തല്ലിക്കാനല്ലേ എന്ന്. നമ്മളാണല്ലോ തമ്മിൽ തല്ലിക്കുന്നത്, അവർക്ക് അങ്ങനെ ഒരു അജണ്ടയില്ല, മതം ഇതിലേക്ക് നമ്മൾ ആരെങ്കിലും ഒക്കെ കുത്തിച്ചെലുത്തുകയാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള ആരെ കബളിപ്പിക്കാനാണ് അദ്ദേഹം ഈ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നത് അറിയില്ല. ഇതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പൗരത്വത്തിന് മതം ഒരു ക്രൈറ്റീരിയയാണ് മാറുന്നത്. അത് ഈ CAA അമെൻമെൻറ്റിലൂടെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ കരിനിയമത്തിലൂടെയാണ് ആദ്യമായിട്ടത് വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് നിലവിലുള്ള ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പ്രത്യേകമായി അപരവൽക്കരിക്കുന്നത്, വേട്ടയാടുന്നതിലേക്ക് ഇത് നയിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിഷാദ് തന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഈ CAA എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്. അതിനുശേഷം നിങ്ങൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സെൻസസ് വരാനിരിക്കുന്നു. അതിനുശേഷം നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എന്ന് പറയുന്ന പൗരത്വ രജിസ്റ്റർ വരാനിരിക്കുന്നു. ആ പൗരത്വ രജിസ്റ്റർ വരാനിരിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അതിൽ പൗരന്മാരായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അനുബന്ധ രേഖകൾ കൊടുക്കണം. മതിയായ നമ്മുടെ ഭരണകൂടത്തിന് തൃപ്തികരമാവുന്ന രേഖകൾ കൊടുക്കണം. ഇന്ത്യയിൽ ആർക്കാണ് രേഖകളുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അദ്ദേഹത്തിന്റെ ബിരുദ സർട്ടിഫിക്കറ്റിന്റെ രേഖ ചോദിച്ചാൽ ഇല്ലാത്തൊരു രാജ്യമാണത്. അത് അദ്ദേഹത്തിന്റെ മാത്രം കുഴപ്പമില്ല, നിരവധി ആളുകൾക്ക് ഒരു പക്ഷേ അങ്ങനെ ഇല്ലാത്ത സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എല്ലാ ആളുകളും അവരവരുടെ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി രേഖകൾ ഹാജരാക്കണം. ഇനി ആരുടെ കയ്യിലെങ്കിലും രേഖയില്ലെന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള ആൾ ഒരു ഹിന്ദു ആണെങ്കിൽ ഈ CAA വഴി അയാൾക്ക് പൗരത്വം അനുവദിക്കപ്പെടും. അവർ ക്രിസ്ത്യാനിയാണെങ്കിൽ പൗരത്വം അനുവദിക്കപ്പെടും. സിഖുകാരനോ ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ പാഴ്സിയോ ആണെങ്കിൽ അനുവദിക്കപ്പെടും. പക്ഷേ അവർ മുസ്ലിം ആണെങ്കിൽ അവർക്ക് ഈ രേഖകളില്ല എങ്കിൽ പൗരത്വം അനുവദിക്കപ്പെടില്ല. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും നാളെ അവരുടെ രേഖകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമ്മർദ്ദത്തിൽ, പ്രായോഗികമായി നടക്കാത്ത കാര്യത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുമ്പോൾ ഒരു ജനവിഭാഗത്തെ ആസൂത്രിതമായി വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനോട് വിമർശനം ഉയരുന്നത്. അതാണ് തമ്മിൽ തല്ലിക്കാനുള്ള ഒരു നീക്കമാണ് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള വിമർശനം ഉയരുന്നത്. ഇനി നേരത്തെ ശ്രീ ശിവദാസൻ പറഞ്ഞു ഇന്ത്യയിൽ കോൺഗ്രസിന് വിശ്വസിക്കാൻ കഴിയില്ല, കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലിരുന്ന് കേരളത്തിൻ്റെ പ്രതിനിധിയായി രാജ്യസഭയിലുള്ള ശിവദാസനാണ് പറയുന്നത്. പക്ഷേ ഈ CAA അടക്കമുള്ള നിയമങ്ങൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യപ്പെടുന്ന പ്രദേശമേതാ? ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾ, അതൊന്ന് ബംഗാളാണ്, ഒന്ന് ത്രിപുരയാണ്. ആ 2 സ്ഥലത്തും കോൺഗ്രസുമായി യോജിക്കാൻ ഈ ശിവദാസന്റെ പാർട്ടിക്ക് യാതൊരു മടിയില്ല.
ത്രിപുരയിൽ സീറ്റ് ഷെയറിംഗ് അടക്കം കഴിഞ്ഞു. ബംഗാളിൽ ആ നിലയിലുള്ള യോജിപ്പിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ CA ചർച്ച ചെയ്തിട്ട് 2019 മുതലുള്ള കഴിഞ്ഞ 5 വർഷം ഉണ്ടല്ലോ, ഈ 5 വർഷത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ കോൺഗ്രസുമായിട്ട് ശിവദാസന്റെ പാർട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള 2 സംസ്ഥാനങ്ങളിൽ ത്രിപുരയിലും ബംഗാളിലും കൂട്ടുകൂടിയിരിക്കുന്നു. ഇവിടെ കേരളത്തിൽ നിങ്ങൾക്ക് വേറെ അജണ്ടയുണ്ട്. കോൺഗ്രസിനെ താറടിക്കുക എന്നുള്ള ഒരു അജണ്ടയുണ്ട്. കേരളത്തിലെ പ്രത്യേകമായിട്ടുള്ള ചില വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ നാരേറ്റീവ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കണം. അതിനുവേണ്ടിയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല, കോൺഗ്രസിന് ഇക്കാര്യത്തിൽ നിലപാടില്ല എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയുന്നത്. ഇവിടെ അദ്ദേഹം രാമക്ഷേത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ രാമക്ഷേത്രവുമായി നിങ്ങൾ അവരെ പുറത്താക്കാനോ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ തയ്യാറായോ? നിങ്ങളുടെ ക്യാബിനറ്റിൽ നിങ്ങൾ പുതിയതായിട്ട് മന്ത്രിയാക്കി കൊണ്ടുവന്ന ഗണേഷ് കുമാർ ഇതിന്റെ അക്ഷതം RSS നേതാക്കന്മാരിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു പരാതിയില്ല. അതുപോലെ തന്നെ ഇപ്പോഴും പിണറായി വിജയന്റെ ഈ മന്ത്രിസഭയിൽ 2 NDA മന്ത്രിമാരുണ്ട്. ജനതാദളിന്റെ പേര് പറഞ്ഞിട്ടുള്ളൊരു മന്ത്രി, അദ്ദേഹത്തിന് അവിടെ BJP-യോടൊപ്പം നിൽക്കുക. അദ്ദേഹത്തിന്റെ പാർട്ടി BJP-യോടൊപ്പമാണ്. അദ്ദേഹം ഇവിടെ അതേ പാർട്ടിയുടെ MLA ആയി തുടർന്ന് ഇവിടെ മന്ത്രിസഭയിൽ തുടരുകയാണ്. വേറെ NCPയുടെ ഒരു മന്ത്രി, അദ്ദേഹം മന്ത്രിസഭയിൽ തുടരുകയാണ്. അപ്പം ഈ ഗവൺമെന്റ് തന്നെ BJP CPM കൂട്ടുകെട്ടിന്റെ ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നേരത്തെ ശിവദാസൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും AICCയുടെയും ഒന്നും ഹാൻഡിലുകളില്ല. പ്രായോഗിക അടിസ്ഥാനത്തിൽ നിങ്ങൾ വോട്ട് ചെയ്തോന്നോ നിങ്ങൾ പ്രസംഗിച്ചോ എന്നുള്ളതല്ല ചോദ്യം. ഇവിടെ നേരത്തെ ഷെഫ്രീൻ അടക്കം ചൂണ്ടിക്കാണിച്ചല്ലോ, ഈ NIA ഏറ്റവും നിയമവിരുദ്ധമായ രീതിയിൽ ദുരുപയോഗിക്കുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ, സംഘപരിവാർ സർക്കാരിനെ പോലെ ഈ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ CPM-ന്റെ സർക്കാർ കൂടിയല്ലേ? ചർച്ചയിലേക്ക് വീണ്ടും ഫ്രട്ടേണിറ്റി നേതാവ് ഷെഫ്രിൻ തുടർന്നു. ഷെഫ്രിൻ, ഈ കാര്യത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു, എന്തുകൊണ്ട് അതിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിവ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏകപക്ഷീയമായി നിങ്ങൾ പറയുന്നതിനെ മാത്രം മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അപ്പുറത്തുനിന്ന് കേട്ട മറുപടി. ഇടതുപക്ഷ പ്രതിനിധിയുടെ ജനാധിപത്യ ബോധം വളരെ ചെറുതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം പറഞ്ഞ ആളില്ലാത്ത പാർട്ടി, എത്ര ആളില്ലാത്ത പാർട്ടിക്കും സംസാരിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആളുള്ള പാർട്ടി ഒരു സംസ്ഥാന സമ്മേളനം SFI നടത്തുമ്പോൾ ആ സമ്മേളനത്തിൻ്റെ ഐക്കണായിട്ട് SFI തീരുമാനിക്കുന്നത് പോലും ഫ്രട്ടേണിറ്റിയുടെ പൗരത്വ സമര നായികയായ ദേശീയ സെക്രട്ടറി അഫ്രീൻ ഫാത്തിമയുടേതാണ്. അപ്പോൾ ദേശീയ തലത്തിലൊക്കെയും ഒരുമിച്ച് സമരം ചെയ്യാൻ പിന്നെ SFIക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ NRC-CA വിരുദ്ധ സമരത്തിൽ ദേശീയ തലത്തിൽ വലിയ സമര പാരമ്പര്യമുള്ള ഒരു മൂവ്മെൻറ്റാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 1-ാം പൗരത്വ സമരകാലത്ത് ആ സമരത്തെ നയിച്ച ജാമ്യ മില്ലിയ പോലെയുള്ള അലിഗഡ് പോലെയുള്ള ക്യാമ്പസുകളിലെ നേതാക്കൾ ഷർജുൽ ഉസ്മാനിയെ പോലെ, അഫ്രീൻ ഫാത്തിമയെ പോലെ, ആയിഷ റന്നിയെ പോലെ, ലതീദ ഫർസാനെ പോലെയുള്ള നേതാക്കൾ തന്നെയാണ് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയി നയിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് SFIക്ക് പോലും അവരുടെ ചിത്രം വെച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്ന സ്വഭാവത്തിലേക്ക് ദേശീയ തലത്തിൽ ആ സമരത്തെ മുന്നോട്ട് നയിച്ചൊരു പാർട്ടിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രിയപ്പെട്ട MP അത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് വളരെ വിനയത്തോടെ പറയാനുള്ളത്. ഇവിടെ പിന്നെ BJP പ്രതിനിധി പറയുന്നുണ്ട് ഈ സമരത്തിൽ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിൽ വർഗീയത കലർത്തുകയാണെന്ന്. വർഗീയത കലർത്തുന്നത് ആരാണ് എന്നുള്ളത് ഇവിടെ നേരത്തെ ബൽറാം വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഭരണഘടനാപരമായ സംഗതി അട്ടിമറിച്ചുകൊണ്ട് അതിൽ മതം എന്ന് പറയുന്നൊരു സംഗതിയെ കൊണ്ടുവരുന്നത് BJP-യാണ്. ഇതിനെതിരായിട്ടാണ് ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ BJPക്ക് അതില്ലാതെ പോയതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും BJP ഒരു പൂച്ചകലം പോലെ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ, സംവിധാനങ്ങൾ അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നാളെ പിന്നെ ഇന്ത്യയിലെ ഡൽഹിയിലെ പ്രസ് ക്ലബ്ബിൽ വിദ്യാർത്ഥികളുടെ ഒരു ജോയിൻറ്റ് പ്രസ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUവിലൊക്കെയും സമരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ സംഘപരിവാർ ഒരു നിയമം കൂടെ നടപ്പിലാക്കി ഞങ്ങൾക്ക് ഇവിടുത്തെ എന്തോ ഒരു ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പല തീരുമാനിച്ചപ്പോഴൊക്കെയും പിന്മാറിയ ചരിത്രവും ഇന്ത്യ രാജ്യത്തുണ്ട്. ഇവിടെ മുമ്പ് പൗരത്വ സമരകാലത്ത് ആ സംഘപരിവാർ സർക്കാർ ഇവിടെ അമിത്ഷായുടെ പട്ടാളം ഇറങ്ങിയിട്ടൊന്നും ഒന്നുകൂടെ വിജയിച്ചിട്ടൊന്നുമില്ല. കർഷകരോടും ഇവിടുത്തെ സർക്കാർ തോറ്റ് പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തെരുവുകൾ എന്ന് പറയുന്നത്, ഈ തെരുവുകളെ പ്രൗഢോജ്വലമായ സമരം കൊണ്ട് സമ്പന്നമാക്കിയ ഒരു പാരമ്പര്യം ഇവിടുത്തെ വിദ്യാർത്ഥി തലമുറ സമരത്തിന് നേരെ എടുക്കുന്ന കർശനമായ നടപടി കൊണ്ട് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്നാണ് ഒരു നിലക്കുമില്ല. അതിലെനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിരന്തരമായിക്കൊണ്ടുള്ള പിന്നെ ഈ സ്വഭാവത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ നിലപാട് തിരുത്തണം. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷം, അവർ നേരത്തെ ഇവിടെ ശ്രീ ശിവദാസനൊക്കെ സംസാരിച്ചൊരു നിലപാടുണ്ട്.
ആ നിലപാടിലേക്ക് ഇടതുപക്ഷത്തിന് വരാൻ കഴിയണം. ഞങ്ങൾ ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്ന നിലപാട് അവരുടെ ഒരു സർക്കാരിന്റെ മെക്കാനിസത്തിനകത്തേക്കും കൊണ്ടുവരാൻ കഴിയണം എന്നാണ്. ശ്രീ ബൽറാം, താങ്കൾ പറഞ്ഞ മുക്കാലും ഇവിടെ കേട്ടിരുന്നു. അവസാനം ഒരു ചെറിയ പോർഷനാണ് മിസ്സായത്. എങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിനകത്ത്. ശ്രീ ശിവദാസൻ താങ്കളെ വിമർശിക്കുമ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാന സംഗതി രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ AICCയുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലോ ഒന്നും ഒരു പൊസിഷൻ എടുത്തിട്ടില്ല. അപ്പൊ ആ ഇരട്ട നിലപാടുകാരുടെ കൂടെ എങ്ങനെയാണ് ഇന്ത്യയെ പൊതുവായി ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നിൽക്കാൻ കഴിയുന്നതാണ്? ഒരു വ്യക്തത എൻ്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ രാഹുൽ ഗാന്ധിയുടെയോ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയോ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല CAA-ക്കെതിരെ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതാണ് വിശദീകരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവർക്ക് പറയാൻ കഴിയാത്തത്? എന്തിനാണ് ഭയം എന്നുള്ളതാണ്. ഞാനിത് അതിനെക്കുറിച്ച് വന്ന വാർത്ത വായിക്കാം. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഞാനിവിടെ വായിക്കാം. BJP's desperate attempt at divisive politics just ahead of the coming Lok Sabha elections. CAA rules notified today just before elections is BJP's desperate attempt at divisive politics, Kharge said in a post on X. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലൂടെ വളരെ കൃത്യമായിട്ട് ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻസ് വന്നതിൻ്റെ തൊട്ട് പിന്നാലെ അടുത്ത മിനിറ്റുകൾക്കകത്ത് തന്നെ അന്നേ ദിവസം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി CAA എന്ന് പറയുന്നതിനെ വെട്ടിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ട്വിറ്റർ ഹാൻഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെബ്സൈറ്റ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് നിങ്ങൾ നോക്കുക. നിങ്ങൾ ന്യൂസ് റൂമിലാണ് ഇരിക്കുന്നത്. അതാണ് ഞാൻ കൃത്യം. നിങ്ങൾക്ക് ന്യൂസ് റൂമിൽ ഇരിക്കുന്ന അങ്ങേക്ക് നോക്കാൻ പറ്റും. അങ്ങ് പറഞ്ഞാൽ കൃത്യമല്ലേ? ഞാൻ തന്നെ പറഞ്ഞോളാം. ശിവദാസന്റെ ആരോപണത്തിന് ഞാൻ തന്നെ പറഞ്ഞോളാം. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി, അവരൊക്കെ ഓരോ ദിവസവും ഇപ്പം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്രയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും തെരുവുകളിൽ നിന്നുകൊണ്ട് ഇത് പറയുന്നുണ്ട്. അത് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ വെബ്സൈറ്റ് ഏതെങ്കിലും നോക്കിയിട്ട് അത് അപ്ഡേറ്റ് ചെയ്തില്ല എന്നതിന്റെ പേരിലല്ല നിലപാട്. കോൺഗ്രസിന്റെ നിലപാട് ഇന്ത്യയുടെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അത് ഞാനിത് അവിടെ വായിച്ചു. അതിനുശേഷം കോൺഗ്രസിന്റെ ഇത്തരം കാര്യങ്ങളിൽ ആധികാരികമായിട്ടുള്ള അഭിപ്രായം പറയുന്നയാൾ കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ ജയറാം രമേശാണ്. അദ്ദേഹവും വളരെ കൃത്യമായിട്ട് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ഇപ്പോഴും അത് കിട്ടാവുന്നതാണ്. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ജയറാം രമേശ്, KC വേണുഗോപാൽ അടക്കമുള്ള ഉന്നത ദേശീയ നേതാക്കന്മാരൊക്കെ ഇതിനോട് റെസ്പോണ്ട് ചെയ്തത് ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയാണ്. അതുള്ളപ്പോൾ ഏതോ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, ബാലിശമാണ്. ശിവദാസനെ പോലുള്ള ഒരാൾക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷ ഒരു പരിഹാസത്തിൻ്റെ ഭാഷയാണ്. ഈ കേസുകൾ പിൻവലിക്കുന്നതിന് കാര്യം പറയുമ്പോൾ പിണറായി വിജയൻ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നുകൊണ്ട് ആ കേസിന് പിൻവലിക്കാനുള്ള അപേക്ഷ തരൂ എന്ന് പറഞ്ഞ് നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിൽ വരണമെന്നാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ എനിക്കെതിരെ ഇന്നലെ കേസെടുത്തിട്ടുണ്ട്. ഞാൻ ശിവദാസനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ജീവൻ ഉള്ളിടത്തോളം കാലം പിണറായി വിജയൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു അപേക്ഷയുമായിട്ട് ഞാൻ പോവില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും പോവില്ല. നിങ്ങൾ എത്ര വേണമെങ്കിൽ കേസെടുക്ക്. ഞങ്ങൾ നാളെ വീണ്ടും അതേ സമരം ആവർത്തിക്കും. ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുടനീളം. പിണറായി വിജയൻ്റെ ഔദാര്യമല്ല നമുക്ക് വേണ്ടത്. പിണറായി വിജയൻ ഒരു നിലപാടെടുക്കുന്നുണ്ട് എങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതാണ് എന്ന് രാഷ്ട്രീയമായി ആ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവണം. അത് തമിഴ്നാട്ടിൽ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഉണ്ടാവുന്നില്ല. കേസ് പിൻവലിക്കേണ്ടത് ഗവൺമെന്റ് അല്ല, ഗവൺമെന്റ് അതിന് ശുപാർശ കൊടുക്കുകയാണ് വേണ്ടത്. കേസ് പിൻവലിക്കേണ്ടത് അത് മജിസ്ട്രേറ്റാണ്. പക്ഷേ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഈ പറയുന്ന പിൻവലിക്കാനുള്ള നീക്കം നടത്താൻ വേണ്ടി പ്രോസിക്യൂഷന് നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. 4 വർഷമായിട്ട് നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇത്രയും കേസുകൾ 4 വർഷമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള ആത്മാർത്ഥത കാണിച്ചില്ല. എന്നിട്ട് ഏതോ ദിവസം ഇന്ന് നിർദ്ദേശം തന്നെ ബാലിശമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും നിങ്ങളുടെ കയ്യും കാലും പിടിക്കാൻ വരും എന്ന് നിങ്ങൾ ആരും സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. ഇത് ഞങ്ങൾ സമരം ചെയ്തതിന്റെ പേരിൽ ഉണ്ടാവുന്ന കേസാണ്. അത് അഭിമുഖീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ കണക്കിലൊരു തെറ്റുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി ഉണ്ട്.
അതിൽ പറയുന്നത് 573 കേസിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ്. കേവലം 69 കേസുകൾ മാത്രമാണ് പിൻവലിച്ചിട്ടുള്ളൂ. 249 കേസ് റെഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുള്ളൂ. ഇദ്ദേഹം പറയുന്നത് കണക്ക് തന്നെ നിയമസഭയിൽ വെച്ച കണക്കുമായിട്ട് ശിവദാസൻ. അപ്പോൾ ഞാൻ പറയാലോ, ഞാൻ ഒന്ന് കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിൽ CIAയുടെ വിഷയം നിരവധി തവണ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷവും പല സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് കാണാൻ കഴിയും. പരിസ്ഥിതിയെക്കുറിച്ചുള്ള നിലപാട് കാണാൻ കഴിയും, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളോടുള്ള പല പ്രതികരണവും കാണാൻ കഴിയും. പക്ഷേ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമല്ലേ, CPIMൻ്റെ വെബ്സൈറ്റിൽ CIAയെ കുറിച്ചുള്ള നിലപാടുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിനകത്ത് അങ്ങനെ ഒരു വാക്ക് കാണുന്നില്ല, എതിർപ്പായിട്ടുള്ള പ്രസ്താവന വരുന്നില്ല? എന്തുകൊണ്ട് ദിഗ്വിജയ് സിംഗ് ഒരു പ്രസ്താവന ഇറക്കുന്നില്ല? എന്തുകൊണ്ട് കമൽനാഥ് ഒരു പ്രസ്താവന ഇറക്കുന്നില്ല? ഇതെല്ലാം പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയല്ലേ? അപ്പോൾ ഈ ചോദ്യത്തോട് ചേർത്ത് വെച്ചാണ് ഞാൻ നേരത്തെ എന്ത് പറഞ്ഞത്, ഹിമാചൽ പ്രദേശിൽ ഏക സിവിൽ കോഡിന് അനുകൂലമായി കൈപൊക്കിയ, അത് മുന്നോട്ട് നിർദ്ദേശമായി വെച്ചിട്ടുള്ള പാർട്ടിയുടെ പേര് കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസ് അങ്ങനെ ഏക സിവിൽ കോഡിനെ അനുകൂലിക്കേണ്ടവരാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ആ പാർട്ടി ബാബരി മസ്ജിദ് തകർക്കാൻ സംരക്ഷണം നൽകുന്നവരുടെ പട്ടികയിൽപ്പെടുന്ന പാർട്ടി ആവരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അവരത് ചെയ്യുന്നു. അവർ അവിടെ ക്ഷേത്രം പൊളിച്ചെടുത്ത് പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി വെള്ളി ഇഷ്ടിക കൊടുക്കുന്നവരുടെ സംഘമാവരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർണാടകത്തിൽ അവിടെ പ്രാണപ്രതിഷ്ഠയുടെ ദിവസം അവധി കൊടുത്ത് പാല് വിതരണവും മുഠായി വിതരണവും ലഡു വിതരണവും നടത്തിയ സംഘത്തിൽപ്പെടുന്നവരുടെ പാർട്ടി ആവരുത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ കോൺഗ്രസ് അങ്ങനെ ആവുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ചിത്രം. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുന്നത്, ഈ രാജ്യം അപകടകരമായൊരു മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ടുന്നത് വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. 2, ഇവിടെ NIA-യുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനോട് VT ബലറാം പ്രതികരിച്ചിട്ടില്ല. അതെന്താണ്? ആരിഫ് അതിനെ എതിർത്ത് വോട്ട് ചെയ്തു. നമ്മുടെ പത്തനംതിട്ട MP-യോട് ഈ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായില്ല. എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ല എന്നാണ് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അത് കണ്ണൂരിലെ K. സുധാകരനായാലും അല്ലെങ്കിൽ ആന്റോ ആന്റണി ആയാലും മറ്റ് ആരോ ആവട്ടെ, അവരോട് ഉയരുന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ടല്ലോ. അത് കോൺഗ്രസിന് നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യം. അത് രാജ്യത്താകമാനം പൗരത്വ സമരം കഴിഞ്ഞ തവണത്തതിന് സമാനമായി ഉയർന്നു വരുന്നുണ്ട്. ഒരു ജനാധിപത്യ ക്രമത്തിനകത്ത് ജനാധിപത്യ സ്വഭാവത്തിൽ ഉയർന്നു വരുന്ന സമരങ്ങളെ മാനിക്കുക, അവയോട് സംവദിക്കുക, സംസാരിക്കുക എന്നത് സർക്കാരിന്റെ ബാധ്യതയാണ്. അതുപോലും നിറവേറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ? അല്ല, ഞങ്ങൾ അതുപോലും നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അനാവശ്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന വിഷയങ്ങളാണ് ഈ സമരം എന്ന് പറയപ്പെടുന്നത്. നോക്കൂ, ഈ CIA-യെ സംബന്ധിച്ച് എത്ര തവണ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. ഈ ചർച്ചയിൽ തന്നെ പറയുന്നു, CIA എന്ന് പറയപ്പെടുന്ന കാര്യം വളരെ കൃത്യമായി തന്നെ 2 സഭയിലും പാസ്സാക്കിയ കാര്യമാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇത് ഇന്ത്യൻ പൗരത്വം, ഒരാൾക്കും പൗരത്വം നഷ്ടപ്പെടുന്ന വിഷയമല്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയപ്പെടുന്നത്, ഇവിടെ നിങ്ങൾ നടത്തുന്ന ഈ ചക്കളത്തി പോരാട്ടം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ കേസ് പിൻവലിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ബൽറാമിൻ്റെ പ്രശ്നം. 2, നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ബൽറാം ഒരു കാര്യം മനസ്സിലാക്കണം. 2011 ചിദംബരം പ്രകാശ് എഴുതി കൊടുത്ത ലെറ്റർ എന്തായിരുന്നുവെന്നും പ്രകാശ് ഗാരായിട്ട് പ്രസംഗിച്ച് എന്തിനായിരുന്നുവെന്നും മൻമോഹൻ സിംഗ് സംസാരിച്ച് എന്തൊക്കെയായിരുന്നു, ആ ചരിത്രമൊക്കെ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. 2 കാര്യങ്ങൾ ഇതിൽ വ്യക്തമാണ്. കേന്ദ്രത്തിൽ വൃത്തിയായി കാര്യങ്ങൾ ചെയ്യുന്നൊരു സർക്കാർ, അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ 5 വർഷം മുൻപേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയ കാര്യങ്ങൾ ഒരു പ്രയാസവും ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് സംബന്ധിച്ച് വരുന്ന കാര്യങ്ങളല്ല. അതിനകത്ത് പൗരത്വം കൊടുക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു നിയമ സംവിധാനം വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു ചില ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയകൾ കൃത്യമായി പാലിക്കപ്പെട്ട് പുതിയ ആളുകൾക്ക് പൗരത്വം കൊടുക്കേണ്ടത്. അസമിൽ നിങ്ങൾ നടപ്പിലാക്കിയ NRC വഴി ഞങ്ങൾ CAA, അതിനുശേഷം NRC എന്താണ് നിങ്ങളുടെ അമിത്ഷാ പ്രസംഗിച്ചിട്ടുണ്ട്, അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അസമിൽ നിങ്ങൾ ആദ്യം നടപ്പിലാക്കിയ NRC വഴി 19 ലക്ഷം പേർ ഈ രാജ്യത്ത് നിന്ന് പുറത്തുപോയി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ. അതിനെക്കുറിച്ച് വല്ലതും പറയാം?
നിഷാദേ, ഈ ആസാമിൽ NRC വന്നതാണ്. ആസാം ഗണപരിഷത്തും സ്റ്റുഡൻസ് മൂവ്മെൻറ്റും രാജീവ് ഗാന്ധിയും ഒക്കെ തമ്മിലുണ്ടായിട്ടുള്ള കരാറും അതിനുശേഷം ബഹുമാനായിട്ടുള്ള ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മറ്റേ സുപ്രീം കോടതി എടുത്ത തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ നിഷാദിന് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. എന്താ നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ ഞാൻ ചോദിക്കുന്നത്? ബാക്കി ആസാം ഗണപരിഷത്തിന്റെയും ആസാം സ്റ്റുഡൻസ് യൂണിയൻ കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് 19 ലക്ഷം ആളുകൾ നിങ്ങൾ നടപ്പിലാക്കിയ NRC കൊണ്ട് പുറത്തുപോയി. അതിൽ 15 ലക്ഷം പേർ നോൺ മുസ്ലിംസ് ആണ്, ഹിന്ദുക്കളാണ്. നിങ്ങളുടെ പൊസിഷൻ എന്താണ് അതിനകത്ത്? എൻ്റെ നിഷാദെ, ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയട്ടെ. ഇന്ത്യ മഹാരാജ്യത്ത് അനധികൃതമായിട്ട് നുഴഞ്ഞു കയറി വരുന്നവർക്ക് താവളം ഒരുക്കാനുള്ള മാർഗം ഇന്ത്യ മഹാരാജ്യം കാണുന്നില്ല. എന്റെ ചോദ്യം അതാണ്. അസമിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള NRCയിൽ 19 ലക്ഷം ആളുകൾ ഇന്ത്യൻ പൗരത്വത്തിന് പുറത്താണ്. അതിൽ 15 ലക്ഷം പേർ നോൺ മുസ്ലിംസ് ആണ്, ഹിന്ദുക്കളാണ്. അവരെ പുറത്താക്കണമെന്ന് BJPക്ക് നിലപാടുണ്ടോ? പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. എടുത്ത കേസിനെ കുറിച്ച് തർക്കം ചെയ്ത 3 പേർക്ക് സമയം കൊടുത്ത വ്യക്തി, താങ്കൾക്ക് എന്താണ് ഇത്ര വിഷമമെന്ന് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രയാസം? മനസ്സിനുള്ളിലെ വിഷമം തോന്നുന്നതാണോ, അതോ BJP വിരോധം പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതാണോ? അത് വിട്ടേക്കു, നമുക്ക് പോയിന്റ് സംസാരിക്കാം. ഞാൻ ചോദിക്കുന്നത് NRC നടപ്പിലാക്കും അനധികൃത പൗരന്മാരെ ആരെയും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന BJP അസമിൽ പുറത്താക്കപ്പെട്ട 19 ലക്ഷം പേരും പുറത്തു പോകണമെന്ന് നിലപാടുള്ള പാർട്ടിയാണോ? ചർച്ചയാക്കാഞ്ഞത് ആ ഒരു രാജ്യദ്രോഹ നയം പത്തനംതിട്ടയിൽ MP പ്രവർത്തിച്ചത് പോലും നിങ്ങൾ ഇന്ന് ചർച്ചയിൽ പോലും കൊണ്ടുവന്നില്ലല്ലോ. നിങ്ങൾ ഇവിടെ ബൽറാമിനെ നിങ്ങളുടെ ഗവർണറായിരുന്ന സത്യപാൽ മല്ലിക് അല്ലേ രാജ്യദ്രോഹം ആദ്യം സത്യപാൽ മല്ലിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗവർണറല്ലേ പറഞ്ഞത്? പിണറായി വിജയന്റെ ആഭ്യന്തരമന്ത്രിയാക്ക്. അപ്പൊ ആ പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോക്കോ. എന്റെ പൊന്നു നിഷാദേ, ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ 1-2 മാസമല്ലേ കാക്കുള്ളൂ. ഉന്നയിക്കുന്ന വിഷയമാണ് ശരിയെങ്കിൽ ജനം നിങ്ങളെ ജയിപ്പിക്കുന്നത്. ജനം നിങ്ങളെ ജയിപ്പിച്ച് നിങ്ങൾ അധികാരത്തിൽ വാ. അപ്പൊ നമുക്ക് സുധാകരൻ പറഞ്ഞു, PCC പ്രസിഡന്റുമാർ പറഞ്ഞു. ശരി ബൽറാമിന്റെ മറുപടി 10 സെക്കൻഡേ ഉള്ളൂ. 10 സെക്കൻഡ് ബൽറാം, സമയം ഞാൻ എക്സീഡ് പറ. അതെ, ഉല്ലാസ് പറയുന്നത് പോലെ ഞങ്ങൾ കേസുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ തെരുവുകളിൽ സമരം ചെയ്യുന്നത് CAA-ക്കെതിരായിട്ടാണ്, NRC-ക്കെതിരായിട്ടാണ്, ഈ കരി നിയമത്തിനെതിരായിട്ടാണ്. ഇവിടെ ഈ ചർച്ചയിൽ എന്തുകൊണ്ടാണ് CPM-ഉമായിട്ട് യോജിച്ച് സമരം ചെയ്യാത്തത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമായിട്ടാണ് CPM ഇതുപോലെ കേസെടുക്കുന്നതാണ്. മോദിയെ സഹായിക്കാൻ വേണ്ടി മോദിയുടെ കോലം കത്തിക്കുമ്പോൾ കേസെടുക്കുന്ന പോലീസാണ് പിണറായി വിജയന്റേത്. അതുകൊണ്ട് അവരുമായിട്ട് ചേർന്നുള്ള സമരമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ നാളെയും സമരം ചെയ്യും. അത് പിണറായി വിജയന്റെ ഔദാര്യ പ്രതീക്ഷയല്ല, മോദിയുടെ കോപമുണ്ടാകും എന്നുള്ളതിന്റെ ഭയത്താലുമല്ല. ഉല്ലാസ് ബാബു ഒപ്പം ഡോക്ടർ V ശിവദാസൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്.